ഓക്കെ, ഇത് നമ്മുടെ 2019 CPOയിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. LCM ആൻഡ് HCF എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ LCM ആൻഡ് HCF പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഞാൻ 2 നമ്പർ എടുത്തു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3ഉം 9 എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 9 ആണെന്നറിയാം. ഇതിൻ്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 ആണെന്നറിയാം. ഓക്കെ, അതായത് ഇവിടുന്ന് LCMഉം HCFിൻ്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. വേറെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു 12ഉം 15ഉം എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, 12ഉം 15ഉം ഇതിൻ്റെ LCM. ഓക്കെ, LCM കണ്ടുപിടിക്കാനാണെങ്കിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 4 × 3, ഇത് 5 × 3. ഓക്കെ, LCM കണ്ടുപിടിക്കാനായിട്ട് ഇവിടുന്ന് ഞാൻ 4 3 എടുത്തു. ഓക്കെ, ഇവിടെ 5 3 ഉണ്ട്. 3 ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ 5 ഇവിടെ നിന്ന് എടുത്തു. അതായത് എത്രയാണ് വരുന്നത്? 4 × 3 60 ആയിരിക്കും LCM. ഇതിൻ്റെ HCF എത്ര വരും? കോമൺ ഫാക്ടർ 3 വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ HCFിൻ്റെയും LCMിൻ്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 180 എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഈ നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 180 എന്ന് പറഞ്ഞു കിട്ടും. അതായത് LCM ആൻഡ് HCFിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ന്യൂ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് HCF ആൻഡ് LCM. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പലയിടത്തും കാണാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2 നമ്പറിൻ്റെ LCM 168 ആണ്, HCF 12 ആണ്. അങ്ങനെ അവരുടെ ഡിഫറൻസ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് നമ്പേഴ്സ് എത്രയാണെന്ന് പറഞ്ഞത്. ആദ്യം നമുക്ക് നോർമലായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം, എന്നിട്ട് ഷോർട്ട് കട്ട് പറയാം. നിങ്ങൾക്ക് സപ്പോസ് ഒരു ക്വസ്റ്റ്യനകത്ത് HCF തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ HCFിൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ നമ്പറിൽ. അപ്പോൾ നിങ്ങൾ നമ്പറിന് HCF തന്നിട്ടുണ്ടെങ്കിൽ HCFിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത് ഫസ്റ്റത്തെ നമ്പർ HCFിൻ്റെ എക്സ് മൾട്ടിപ്പിൾ 12x ആണ് നമ്പർ, മറ്റേത് 12y ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ഐഡിയ കിട്ടും. 12x മൈനസ് 12y ഈക്വൽ ടു 60. കാരണം 2 നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 60 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ എത്രയെന്ന് പറഞ്ഞു കിട്ടും? എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ 2 നമ്പേഴ്സ് എന്താ LCM വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഇത് ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് LCM ഇൻറ്റു HCF എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, 12ഉം 12ഉം ക്യാൻസൽ ചെയ്യും. എക്സ് വൈൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് എത്രയെന്ന് പറഞ്ഞു കിട്ടും? ഓക്കെ, ഇവിടുന്ന് കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ 14 140 എന്ന് പറഞ്ഞു കിട്ടും അല്ലേ. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയെന്ന് പറഞ്ഞു കിട്ടും? 140 എന്ന് പറഞ്ഞ് സോറി, ഇവിടെ 0 ഇല്ല. അപ്പം 14 എന്ന് പറഞ്ഞു കിട്ടും. 14 എന്ന് പറഞ്ഞു കിട്ടും. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് 14. എക്സ് മൈനസ് 5 5. ഓക്കെ, നമുക്ക് ആക്ച്വലി എന്താ കണ്ടുപിടിക്കേണ്ടത്? 12x പ്ലസ് 12y. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 12 × x പ്ലസ് വൈ എന്ന് എടുക്കാം. ഓക്കെ, വേണമെങ്കിൽ എക്സ് മൈനസ് വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റേ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, ആ ഒരു ഇക്വേഷൻ ഇല്ലേ, അത് വെച്ച് ചെയ്യാം. അല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 14 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ 14 × 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 7 × 2 എന്ന് എഴുതാം. ഈ രണ്ട് പോസിബിലിറ്റി അതിനകത്തുള്ളൂ. ഓക്കെ, അതായത് ഇതിൻ്റെ അർത്ഥം എക്സിന് വേണമെങ്കിൽ നമുക്ക് 14 എന്നും വൈക്ക് 1 എന്നും എടുക്കാം. എക്സിന് വേണമെങ്കിൽ 7 എന്നും വൈക്ക് 2 എന്നും പറഞ്ഞെടുക്കാം. ഇതിൽ ഏത് കണ്ടീഷനാണ് എക്സ് മൈനസ് വൈ 5 എന്ന് പറയുന്ന ഓക്കെ ആകുന്നതെന്ന് നോക്കുക. ഇതിൽ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ നമ്പർ ഏതൊക്കെയായിരിക്കും? ഓക്കെ, ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഇതാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ ഏതൊക്കെയായിരിക്കും? 12x 12 × 7 12 × 2, അതായത് 84 24. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 108 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇതാണ് നോർമലായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇത്ര ഒന്നും വാരി വലിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം
രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ HCF 12ആണ്. ഓക്കെ, ഡിഫറൻസ് 60ആണ്. ഉറപ്പായിട്ടും ആ ഒരു ഡിഫറൻസ്, രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും സം എടുത്തു കഴിഞ്ഞാലും അത് 12ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കറക്റ്റ് അല്ലേ? കാരണം HCF രണ്ട് നമ്പർ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സം എടുത്താലും ഡിഫറൻസ് എടുത്താലും 12ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ 60 എന്ന് പറയുന്ന 12ൻ്റെ മൾട്ടിപ്പിളാണ്. അതുപോലെ സമ്മും 12ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ഒരു ഓപ്ഷനകത്ത് 12ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ ഉള്ളൂ. സോ ഇത്രയൊന്നും ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സപ്പോസ് നമുക്കത് ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത്.